الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സശ്രദ്ധം സൂക്ഷിച്ച് ജീവിച്ച് മുത്തഖീങ്ങളായി അവനെ കണ്ടുമുട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരും ദാസികളുമായി അവനെ കണ്ടുമുട്ടുവാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഇസ്ലാമാകുന്ന ഹിദായത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഭാഗ്യം നൽകി എന്നതാണ്. ആ ഹിദായത്ത് നിലനിർത്തുവാൻ വേണ്ടിയും ആ വെളിച്ചം ഒരു കെടാവളക്കായി നമ്മുടെ ജീവിതാന്ത്യം വരെ നമ്മോടൊപ്പമുണ്ടാകുവാൻ വേണ്ടിയും ജീവിതത്തിൽ ഒരുപാട് അനുഷ്ഠാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധവും ഐച്ഛികവുമായി നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൂടെയെല്ലാം വിശ്വാസികളെ വിശ്വാസികളായി നിലനിർത്തുക എന്നതാണ് ലക്ഷ്യം. അങ്ങനെയുള്ള കർമ്മങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജുമുഅ എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം ഒരു പ്രദേശത്തുള്ള ആളുകളൊക്കെയും, പുരുഷന്മാരും പള്ളിയിൽ വരാൻ സൗകര്യപ്പെടുന്ന സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും മറ്റുള്ള ആളുകളും എല്ലാവരും ആ പ്രദേശത്തെ പള്ളികളിൽ ഒരുമിച്ച് കൂടുകയും അവിടെ നിന്ന് ലഭിക്കുന്ന ഉത്ബോധനം ശ്രദ്ധിക്കുകയും അത് ജീവിതത്തിൻ്റെ വെളിച്ചമാക്കി മാറ്റുവാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അന്തർദേശീയനായ ഒരു രാഷ്ട്രീയ ആചാര്യൻ ഒരിക്കൽ പറയുകയുണ്ടായി, മുസ്ലിങ്ങളെ നോക്കിക്കൊണ്ട്, നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും എല്ലാവരും സമ്മേളിക്കുന്ന ഒരു ദിവസം ലഭിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങളുടെ ആദർശങ്ങളും ആശയങ്ങളുമെല്ലാം പറയാൻ നിങ്ങൾക്ക് സൗകര്യം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലെ മാസത്തിൽ ഒരാഴ്ച, ഒരു ദിവസം, മാസത്തിൽ ഒരു ദിവസം ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ആ ഒറ്റ ദിവസം കൊണ്ട്, അതുപോലെയുള്ള ദിവസങ്ങളെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ മുഴുവനും ഞങ്ങൾ ഭാഗവാക്കുകളാക്കുമായിരുന്നു. ആ വാക്കിന് വലിയൊരർത്ഥമുണ്ടായിരുന്നു. അഥവാ വിശ്വാസികളായ ആളുകൾ വെള്ളിയാഴ്ച പള്ളികളിലേക്ക് വരുന്നത് വളരെ ശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അവൻ്റെ അടുക്കലെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പള്ളികളിലേക്ക് കടന്നു വരികയും അവിടെ നടക്കുന്ന ഉത്ബോധനം വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്യുന്ന ഒരു നല്ല സംശുദ്ധമായ ഒരു അവസ്ഥയാണ് പള്ളികളിലേക്ക് കടന്നു വരുന്ന ആളുകൾക്കെല്ലാവർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഒരു വിശ്വാസിയായ മനുഷ്യന്, അവൻ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഒരു ആഴ്ച, തുടർന്നുള്ള ഒരു ആഴ്ച ഓടുവാനുള്ള ഇന്ധനം ആ വെള്ളിയാഴ്ച ലഭിക്കണം. അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ഊർജമാകണം ഓരോ വെള്ളിയാഴ്ചകളും. അവിടെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ കാലോചിതമായി ചർച്ച ചെയ്യാനുള്ളവയാകാം, അല്ലെങ്കിൽ വിശ്വാസപരമായോ കർമ്മപരമായോ ഉള്ള മറ്റ് കാര്യങ്ങളാകാം. പക്ഷേ അവിടെ സമ്മേളിക്കുന്ന ആ സമയത്ത് അവിടേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് വരെയുള്ള ആ സമയം വളരെ ധന്യമായ സമയമാണ്, ധന്യമായ മുഹൂർത്തമാണ്. അത് നമ്മുടെ അഥവാ വിശ്വാസികളെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ്, സ്വാധീനിക്കേണ്ടതാണ്. അതുവഴി ഒരാഴ്ച അവന് മുന്നോട്ടു പോകുവാനുള്ള എല്ലാ ആവേശവും ഊർജവും ഈ വെള്ളിയാഴ്ചയിൽ നിന്ന്, അതുപോലെ ഓരോ വെള്ളിയാഴ്ചയിൽ നിന്നും അവന് ലഭിക്കേണ്ടതാണ്. വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം, ജുമാ നടക്കുന്ന ദിവസം, അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അന്ന് പ്രഭാതം മുതൽക്കു തന്നെ, ആ ദിവസം ആരംഭിക്കുന്നത് പ്രഭാതം മുതൽക്കല്ല. മുസ്ലിം എന്ന നിലക്ക് ഒരു മുസ്ലിമിൻ്റെ ദിവസം ആരംഭിക്കുന്നത് തലേ ദിവസം സൂര്യാസ്തമയം തൊട്ടാണ്. ആ സൂര്യാസ്തമയം തൊട്ട് ആ ദിവസം ആരംഭിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യങ്ങൾ അവിടെ നിന്നങ്ങോട്ട് നന്മകളിലൂടെ ധന്യമാക്കി തീർക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട്. അന്ന് പ്രഭാതത്തിലെ സുബ്ഹ് നമസ്കാരം, ആ നമസ്കാരത്തിൽ നമ്മൾ പള്ളികളിൽ വന്ന് ജമാഅത്തുകായി നമസ്കരിക്കുമ്പോൾ എല്ലാ ആഴ്ചകളിലും ഇമാം ഒരു പ്രത്യേകമായ സൂറത്താണ് ഓതാറുള്ളത്. സജദ, ഹാമീം സജദ എന്ന സൂറത്താണ്. അതിൽ തിലാവത്തിൻ്റെ സുജൂദടക്കമുള്ള ആ സൂറത്താണ് എല്ലാ ആഴ്ചയും ഓതാറുള്ളത്. അത് മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളതാണ്, മുത്തുനബി ശീലമാക്കിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തു ദഹർ അല്ലെങ്കിൽ സൂറത്തുൽ ഇൻസാൻ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ എന്ന് പറയുന്ന ആ സൂറത്താണ് ഓതാറുള്ളത്. അപ്പോൾ അവിടം തൊട്ടേ പ്രവാചകൻ ആ ദിവസത്തിന് പ്രത്യേകതയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മങ്ങളിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. അതുപോലെ സുബ്ഹ് നമസ്കാരത്തെക്കുറിച്ച് പ്രവാചകൻ പ്രത്യേകം പറഞ്ഞത്, മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമൽ ലൈല കുല്ലഹു. ഒരാൾ സാധാരണ ദിവസം സുബ്ഹ് ജമാഅത്തായി നമസ്കരിച്ചാൽ രാത്രി മുഴുവനും രാത്രി നമസ്കാരം നിർവഹിച്ചവനെ പോലെയാണ്. അത്രയ്ക്ക് പ്രതിഫലമുള്ളതാണ്. സാധാരണ ദിവസങ്ങളിൽ തന്നെ ഒരു സുബ്ഹ് നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ, എന്നാൽ വെള്ളിയാഴ്ചയാണ് അവൻ ആ സുബ്ഹ് നമസ്കാരം നിർവഹിക്കുന്നത് എങ്കിൽ അഫ്ളലുസ് സ്വലവാതി ഇൻദല്ലാഹി സ്വലാത്തുസ് സുബ്ഹ് യൗമൽ ജുമുഅ ഫീ ജമാഅത്തിൻ.
വെള്ളിയാഴ്ച ദിവസം സുബ്ഹ് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുക എന്നതാണ് നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം. നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം വെള്ളിയാഴ്ച സുബ്ഹ് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുക എന്നതാണ്. സാധാരണ ഞാൻ പറഞ്ഞു, സാധാരണ ദിവസങ്ങളിൽ തന്നെ ജമാഅത്തായി നമസ്കരിച്ചാൽ അതിന് വലിയ പ്രതിഫലമുണ്ട്. അതുപോലെ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അവൻ അള്ളാന്റെ സംരക്ഷണത്തിലാണ്. സാധാരണ ദിവസങ്ങളിൽ തന്നെ സുബ്ഹ് ജമാഅത്തായി നമസ്കരിച്ചാൽ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് അവനുള്ളത്. വെള്ളിയാഴ്ചയാകുമ്പോൾ അതിനേക്കാൾ പ്രതിഫലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ദിവസങ്ങളുടെ നേതാവായി, ദിവസങ്ങളുടെ രാജാവായി പ്രവാചകൻ പഠിപ്പിക്കുന്നത് വെള്ളിയാഴ്ചയെയാണ്. സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ സയ്യിദ് എന്ന് പറയുന്നത് അത് വെള്ളിയാഴ്ചയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരു തിരുവചനത്തിൽ പ്രവാചകൻ പറയുന്നത് ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായിട്ടുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാകുന്നു. അതുപോലെ പ്രവാചകൻ പറഞ്ഞു ഇന്ന മിന്ന ഫുളലി അയ്യാമികും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാകുന്നു. ഇങ്ങനെ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യവും മഹത്വവുമുള്ള ഒരുപാട് തിരുവചനങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, തൻ്റെ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. മുൻഗാമികളായ സമൂഹങ്ങൾ അഥവാ ജൂത ക്രൈസ്തവരായ ആളുകൾ അവർക്ക് പ്രത്യേകമായി നൽകപ്പെട്ടിട്ടുള്ള ദിവസങ്ങളെക്കുറിച്ച് അവർ അഭിപ്രായ വ്യത്യാസമുള്ളവരായി. അങ്ങനെ നമുക്കറിയാവുന്നതുപോലെ ജൂതന്മാരായ ആളുകൾ ശനിയാഴ്ചയെ അവരുടെ പ്രത്യേക ദിവസമായി തെരഞ്ഞെടുത്തു. ക്രിസ്ത്യാനികളായ ആളുകൾ ഞായറാഴ്ചയെ പ്രത്യേക ദിവസം ആയി തെരഞ്ഞെടുത്തു. പ്രവാചകൻ പറയുന്നു അളല്ലല്ലാഹു അനിൽ ജുമുഅ മൻ കാന ഖബ്ലനാ, നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്ക് ഈ വെള്ളിയാഴ്ചയെക്കുറിച്ച് അള്ളാഹു അവർക്കൊരു മറവി, ഒരു പിഴവ് നൽകി. അതിനെ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ദിവസമായി തെരഞ്ഞെടുക്കാതിരിക്കാനുള്ള രൂപം അങ്ങനെയാണ് അവർക്ക് തോന്നിയത്. എന്തിനു വേണ്ടിയിട്ടാണ് അത്? ഫഹദാനല്ലാഹു ലീ യൗമിൽ ജുമുഅ, അങ്ങനെ അള്ളാഹു വെള്ളിയാഴ്ചയിലേക്ക് നമുക്ക് ഹിദായത്ത് നൽകി. ആ വെള്ളി നമുക്ക് നൽകി, അഥവാ മുഹമ്മദ് നബിയുടെ ഉമ്മത്തായ നമുക്ക് നൽകി വെള്ളിയാഴ്ച. അപ്പൊ വെള്ളി, ശനി, ഞായർ എന്നാണ് അത് എണ്ണപ്പെടുക. അങ്ങനെ ഫജഅലൽ ജുമുഅത വസ്സബ്ത വല്ലഹദ, വെള്ളി, ശനി, ഞായർ എന്ന രൂപത്തിലായി. വകദാലിക ഹും തബഉൻ ലനാ യൗമൽ ഖിയാമ, അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിൽ അവർ നമ്മെ പിന്തുടരുന്നവരാണ്. മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളാണത്, സമൂഹങ്ങളാണ്. എങ്കിലും നാളെ ഖിയാമത്ത് നാളിൽ മുമ്പിൽ വരിക നമ്മളാണ്. നമ്മെ തുടർന്നുകൊണ്ടാണ് മറ്റ് സമുദായങ്ങൾ കടന്നു വരിക. നഹ്നു വല്ലാഖറൂന മിൻ അഹ്ലി ദുനിയ, ദുനിയാവിൽ നമ്മൾ അവസാനം വന്നവരാണ്. വൽ അവ്വലൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മൾ ആദ്യം എത്തുന്നവരാണ്. അത് എൻ്റെ സമുദായത്തിന്, എൻ്റെ ഉമ്മത്തിന് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയിട്ടുള്ളതാണ് വെള്ളിയാഴ്ചയിലേക്ക്. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു ഇന്ന ഹാദാ യൗമു ഈദിൻ ജഅലഹു അല്ലാഹു ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു ഈദാണ്, ഒരു ആഘോഷമാണ് വെള്ളിയാഴ്ച എന്നത്. ഇബ്നു മാജ ഉദ്ധരിച്ച ഈ ഹദീസ് സഹീഹാണ് എന്ന് അൽബാനി റഹിമഹുല്ല അദ്ദേഹം അത് സഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു ആഘോഷ സമാനം വിശ്വാസികൾ കാണേണ്ടതും ആ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളേണ്ടതുമായിട്ടുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മലക്കുകൾ ആ വെള്ളിയാഴ്ച ദിവസം ഈ നമ്മുടെ ജുമുഅയുടെ സദസ്സുകളിലേക്ക് ആഗതരാകുകയും അവിടെ ജുമുഅ ശ്രദ്ധിക്കുകയും അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. പ്രവാചകൻ പറഞ്ഞു ഇദാ കാന യൗമുൽ ജുമുഅ കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായിക, വെള്ളിയാഴ്ചയായാൽ
പള്ളിയുടെ എല്ലാ കവാടങ്ങളിലും മലക്കുകൾ ഹാജരായിട്ടുണ്ടാകും. എന്നിട്ട് യക്തുബൂനൽ അവ്വല ഫൽ അവ്വല, ആദ്യം വരുന്നവരെ ആ മലക്കുകൾ അവരുടെ ലഡ്ജറിൽ രേഖപ്പെടുത്തുന്നു. ആദ്യം വരുന്ന ആളുകളെ മലക്കുകൾ അവരുടെ കൈകളിൽ ഉണ്ടാകുന്ന രേഖ, ആ രേഖയിൽ അവർ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാ കവാടങ്ങളിലും മാലാഖമാരുണ്ടാകും. ഫഇദാ ജലസൽ ഇമാമു തവൗ വസ്സുഹഫ, അങ്ങനെ ഇമാം മിമ്പറിൽ കയറുകയും എന്നിട്ട് ഇമാം ഖുതുബ ആരംഭിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ തവൗ അസ്സുഹഫ, ഇമാം റിക്കാർഡ്, ആ ലഡ്ജർ പൂട്ടിവെക്കുകയാണ്. ഇപ്പൊ മലായിക്കത്തുകൾ നമ്മുടെ കൂടെയുണ്ട്, മലായിക്കത്തുകൾ നമുക്കിടയിലുണ്ട്. നാം പറയുന്ന ഈ സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പവിത്രരായ അള്ളാഹുവിന്റെ സംശുദ്ധരായ മാലാഖമാരുടെ സാന്നിധ്യമുള്ള സദസ്സാകുന്നു ഈ ജുമായുടെ സദസ്സ് എന്ന് പറയുന്നത്. അവരുടെ ലഡ്ജർ പൂട്ടിവെച്ചിട്ടുണ്ട്. ഇനി വരുന്നവർ ജുമാക്ക് വന്നവരല്ല. ഇനി വരുന്നവരുടെ ലിസ്റ്റ് ആ മലക്കളുടെ അടുക്കൽ ഉണ്ടാവുകയില്ല. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് പടച്ചവനെ ഞാൻ ഇന്ന ദിവസം ജുമാക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ രേഖയുണ്ടാവുകയില്ല. കാരണം ആ ജുമായിൽ ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് ജുമാക്ക് വന്ന ആളുകൾ മാത്രമേ ആ മലായിക്കത്തുകളുടെ കണക്കുകളിൽ ഉണ്ടാവുകയുള്ളൂ. ഗൗരവപൂർവ്വം നാം ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു തിരുവചനത്തിലൂടെ പറഞ്ഞത്, നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് 3 ആഴ്ചകളിൽ ഒരാൾ ജുമാക്ക് പോകാതിരുന്നാൽ, 3 ആഴ്ച ഒരാൾ ജുമാക്ക് പോയിട്ടില്ല, നിസ്സാരവൽക്കരിക്കുകയോ അവഗണിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എങ്കിൽ അള്ളാഹു അവന്റെ കൽബിൽ മുദ്രയടിച്ചു കളയും. ഇനി പോവണ്ട, അങ്ങനെ മതി എന്ന രൂപത്തിൽ അവനെ മുദ്രയടിച്ചു കളയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ ജുമായിലേക്ക് എത്തുന്നത്, പള്ളിയിലേക്ക് ആഗതരാകുന്നത് ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് എങ്കിൽ നമ്മൾ ജുമാക്ക് വരാത്തവരുടെ ലിസ്റ്റിലാണുള്ളത്. ജുമാക്ക് വരാത്തവരുടെ ലിസ്റ്റിലാണുള്ളത്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മുടെ ഹൃദയം ശീലടിക്കപ്പെട്ടു പോകുമോ എന്ന ഗൗരവമായ ചിന്ത നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിൽ വരാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മലക്കുകളുടെ സാന്നിധ്യവും കൂടി ഉള്ളത് കൊണ്ടാവാം പ്രവാചകൻ പറയുന്നത്, ഫമൻ ജാഅ ഇലൽ ജുമുഅ ഫൽയഗ്തസിൽ, ആരെങ്കിലും ജുമാക്ക് വരാൻ ഉദ്ദേശിച്ചാൽ അവൻ കുളിക്കട്ടെ. വളരെ ശുദ്ധരായിക്കോട്ടെ. എല്ലാ ദിവസവും നമ്മൾ കുളിക്കാറുണ്ട്. കേരളത്തിലുള്ള ആളുകൾ കുളിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകൂല. എന്നാൽ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അവൻ നന്നായി കുളിക്കണം. ഈ ഹദീസുകളെ വിശദീകരിക്കുന്ന സമയത്ത് മുഹദ്ദിസുകളായ ആളുകൾ പറയുന്നുണ്ട്, കുളിക്കുകയാണെന്ന നല്ല ബോധ്യത്തോടു കൂടി, ജുമാക്ക് പോകാൻ വേണ്ടിയാണ് കുളിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി തന്നെ നന്നായി തേച്ചുരച്ച് വൃത്തികേടുകൾ ശരീരത്തിലൊന്നും ഉണ്ടാകാതെ വൃത്തിയായി കുളിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ അടുക്കൽ സുഗന്ധമുണ്ട് എങ്കിൽ ആ സുഗന്ധം അവർ ഉപയോഗിക്കണം. വെള്ളിയാഴ്ച ഒരു പ്രത്യേക ദിവസമാണ്. എവിടുന്നെങ്കിലും ഓടിപ്പാഞ്ഞിങ്ങോട്ട് കയറി വരേണ്ട സമയമല്ല, ഒരു സ്ഥലമല്ല, ഒരു സന്ദർഭമല്ല. മുൻകൂട്ടി ഒരുങ്ങി തയ്യാറായി ബോധത്തോടു കൂടി വരേണ്ട ഒരു സമയമാണ് വെള്ളിയാഴ്ച ജുമാ ഖുതുബ എന്ന് പറയുന്നത്. അലസതയോടുകൂടി എവിടുന്നെങ്കിലും ആ സമയത്തേക്ക് ഓടിയെത്തേണ്ടുന്ന ഒരു സ്ഥിതിയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നേരത്തെ അവർ ഒരുങ്ങുകയാണ്. നമ്മുടെ പൂർവികരായ ആളുകൾ, നമ്മുടെ വാപ്പമാരും ഉപ്പാപ്പമാരും ഒക്കെ അതിനവർ വളരെ ശ്രദ്ധിച്ചിരുന്നു. കൂലിവേലക്ക് പോകുന്ന ആളുകളാണെങ്കിൽ പോലും അന്ന് അവർ പോകൂല. സോപ്പ് ഉപയോഗിച്ച് കുളിക്കാൻ അവർക്ക് കഴിയില്ലെങ്കിലും ചകിരി ചെത്തിയിട്ട് ചേരിയുണ്ടാക്കിയിട്ട് അതുകൊണ്ട് ശരീരം മുഴുവനും തേച്ച് വൃത്തിയാക്കുമെന്ന്. നഖം മുറിക്കും അവർ, അതുപോലെ തന്നെ വൃത്തികേടുകളൊക്കെ നീക്കും അവർ. അന്ന് ഒരു പ്രത്യേകമായി അവർ ആദ്യം തന്നെ ഒരുങ്ങുമായിരുന്നു. എന്നിട്ട് അവർ നേരത്തെ പള്ളിയിലെത്തുമായിരുന്നു, ഖുർആൻ ഓതുമായിരുന്നു, ദിക്റുകൾ ചൊല്ലുമായിരുന്നു. അങ്ങനെ അവർ നേരത്തെ പള്ളികളിലേക്ക് എത്തിയിരുന്നു എന്ന് നമുക്ക് നമ്മുടെ കുടുംബത്തെ പൂർവികരെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം.
ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞു, അൽ ജുമുഅത്തു യൗമു ഇജ്തിമാഇൽ മുസ്ലിമീന ലിദ്ദിക്രി വത്തആറുഫി വൽ ജുലൂസ് ബഅ്ളുഹും ബിബഅ്ൾ. ആ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടി, പരസ്പരം മറിയുവാൻ വേണ്ടി അങ്ങനെ അവർ പരസ്പരം കൂടിയിരിക്കുകയും അവിടെ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. അതിനുവേണ്ടി ഒരുങ്ങി വെക്കുന്ന സമയമാകുന്നു, സന്ദർഭമാകുന്നു അത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുകയാണ്. അതുപോലെ പ്രവാചകൻ ആ ജുമുഅയുടെ ശ്രേഷ്ഠതയായി കൊണ്ട് പറഞ്ഞു, മൻ തവല്ലഅ فأحسن الوضوء ثم أتى الجمعة فاستمع وأنصت غفر له ما بينه وبين الجمعة وزيادة 3 أيام. ഒരാൾ ഒളു എടുത്തു, കുളിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, കുളിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അയാൾ ഒളു എടുത്തു. എന്നിട്ട് മറ്റ് ഹദീസുകളിൽ പറയുന്നുണ്ട്, എല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശദീകരിക്കാൻ കഴിയില്ല. മറ്റ് ഹദീസുകളിൽ പ്രവാചകൻ പറയുന്നുണ്ട്, എന്നിട്ട് അയാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു, നടന്നുകൊണ്ടാണ്. നടന്നുകൊണ്ട് കഴിയുന്നവർ നടന്നുകൊണ്ട് തന്നെ, വാഹനപ്പുറത്തേറാതെ, വലം യർക്കബ് എന്ന് പ്രവാചകൻ ആ ഹദീസിൽ പ്രത്യേകം പറയുന്നുണ്ട്. നടന്നു വരാൻ കഴിയുന്നവർ നടന്നു തന്നെ, വാഹനത്തിലേ വരാൻ കഴിയൂ എന്ന അവസ്ഥയിൽ, അത്ര ദൂരമുള്ളവർ ആ രൂപത്തിൽ. അങ്ങനെ പള്ളിയിലേക്ക് അയാൾ വരികയും എന്നിട്ട് മൻ തവല്ലഅ വുളു എടുത്തു, അഹ്സനൽ വുളുഅ നല്ല രൂപത്തിൽ വുളു എടുത്തു. കാറ്റി കഴുകുക എന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുഖം കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ, കാല് കഴുകുമ്പോൾ ഒക്കെ ശ്രദ്ധാപൂർവ്വം വുളു എടുത്തു. സുമ്മ അത്തൽ ജുമുഅ, പിന്നെ ജുമുഅക്ക് വന്നു. ഫസ്തമഅ വഅൻസത ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅ. അയാൾ എന്നിട്ട് ശ്രദ്ധാപൂർവ്വം ജുമുഅ വീക്ഷിച്ചു. മൗനിയായിരുന്നു, ഒരാളോട് ഒന്നും സംസാരിച്ചിട്ടില്ല. ഒരിക്കൽ ഒരു സഹാബി മറ്റൊരു സഹാബിയോട്, പിന്നെ ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയെന്ന് ചോദിച്ചു. ഒരായത്തിനെ കുറിച്ച് പ്രവാചകൻ ഖുത്ബയിൽ ഓതിയപ്പോ ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത്? അപ്പോ മറ്റേയാളൊന്നും മറുപടി പറഞ്ഞില്ല. ജുമാ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഞാൻ മിണ്ടാതിരുന്ന എന്താ അറിയോ, എന്റെയും ജുമാ പോകുമെന്ന് വിചാരിച്ചിട്ടാ. അതുവരെ ചോദിക്കാൻ പറ്റൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിലുള്ള ഒരു സംസാരം പോലും ജുമായുടെ സദസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ മൗനിയായിരുന്നു, ശ്രദ്ധാപൂർവ്വം കുത്തുബ വീക്ഷിച്ചു എങ്കിൽ ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅ, ആ ദിവസത്തിന്റെയും അടുത്ത ജുമായുടെയും ഇടയിലുള്ളത് മുഴുവനും പൊറുക്കപ്പെടും. മാത്രമല്ല വസിയാദത്തു 3 അയ്യാമിൻ, 3 ദിവസം അധികവും പൊറുക്കപ്പെടും. 3 ദിവസത്തേത് അധികവും പൊറുക്കപ്പെടും. ഇവ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ പ്രവാചകൻ മൻ ഇഗ്തസല സുമ്മ അത്തൽ ജുമുഅ ഫസല്ല മാ ഖുദ്ദിറ ലഹു സുമ്മ അൻസത ഹത്താ യഫ്റഗ മിൻ ഖുതുബതിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ കാര്യം തന്നെ വീണ്ടും പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസിൽ വലബിസ മിൻ അഹ്സനി സിയാബിഹി, നല്ല വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോ ഒരാൾ ജുമാക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയാൽ അയാൾ നന്നായി കുളിക്കുന്നുണ്ട്, നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്, സുഗന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂശുന്നുണ്ട്, നടന്നു വരാൻ സൗകര്യപ്പെടുന്നുവെങ്കിൽ നടന്നു വരുന്നുണ്ട്, പരമാവധി നേരത്തെ അവൻ വരുന്നുണ്ട്. അങ്ങനെ പള്ളിയിലേക്ക് അവൻ എത്തുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് അവൻ വളരെ ശ്രദ്ധാപൂർവം ഖുതുബകൾ വീക്ഷിക്കുന്നുണ്ട്. അവിടെ നമസ്കരിക്കേണ്ടുന്ന സുന്നത്ത് നമസ്കാരം അവൻ നമസ്കരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വലിയ പ്രതിഫലം നൽകുന്നുണ്ട്. നമ്മൾ സാധാരണ കേട്ട നേരത്തെ വന്ന ആളുകൾക്ക് ഫകഅന്നമാ ഖറബ ബദനതൻ, ഒരൊട്ടകത്തെ അറുത്ത് വിതരണം ചെയ്തവന്റെ പ്രതിഫലമുണ്ട്. പിന്നീട് ബഖറത്തൻ, ഒരു പശുവിനെ, കബ്സൻ, ഒരാടിനെ, ദജാജത്തൻ, ഒരു കോഴിയെ, ബൈളത്തൻ, ഒരു മുട്ടയെ, അങ്ങനെയെല്ലാം ദാനം ചെയ്തവന്റെ പ്രതിഫലം അധികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അപ്പൊ നമ്മൾ ചിലപ്പോ നമ്മുടെ ശുദ്ധമായ മനസ്സുകൊണ്ട് ചിലപ്പോ നമുക്ക് മക്കളുണ്ടായിട്ടുണ്ട് എങ്കിൽ അഖീഖ അറക്കാൻ ചിലപ്പോൾ സാമ്പത്തികമായി പ്രയാസമുള്ള ആളാണെങ്കിൽ ഒന്നാമത്തേന് അറക്കാൻ കഴിഞ്ഞില്ല, രണ്ടാമത്തേന് എങ്ങനെങ്കിലും ഒപ്പിച്ചിട്ട് ഒന്നിനെ അറക്കുമ്പോൾ അവൻ സംശയം ഫത്വ ചോദിക്കും, ഉസ്താദേ ഈ അറവ് എനിക്ക് ആദ്യത്തെ ഞാൻ അറുത്തിട്ടില്ല, ഇത് അറുത്തിട്ടുണ്ട് എങ്കിൽ ഈ അറവിന് ഞാൻ മറ്റത് കൂടി നിയ്യത്ത് വെച്ചാൽ അതും കൂടി പൂർത്തിയാകുമോ, രണ്ടാ കൂടി ഒന്ന് മതിയോ? ആ ശുദ്ധമായ മനസ്സിൽ നിന്ന്, നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് വരുന്ന ചോദ്യമാണത്. എന്നാൽ അങ്ങനെ ചോദിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആഴ്ചയിലും ഇതാ ഒട്ടകത്തെ അറുത്ത കൂലി കിട്ടുന്നു. സ്വതക്ക അതാർക്കും വേണ്ട. ഈ ആഴ്ചയിലും നമുക്ക് നൽകുന്ന ഇത്രയും വലിയ സ്വതക്കയുടെ കൂലി കിട്ടുന്ന, പ്രതിഫലം ലഭിക്കുന്ന കാര്യം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നും അവിടേക്ക് ഞാൻ നേരത്തെ എത്തണമെന്നും പല ആളുകൾക്കും ബോധ്യമില്ല. ഇതല്ലേ ഇന്നത്തെ അവസ്ഥ. ഖുതുബ 2 റക്അത്ത് മാത്രമേ നിസ്കാരമുള്ളൂ.
പക്ഷേ ആ ജുമായിൽ ഖുതുബ എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, ഖുർആൻ ഓതുന്നു, ആയത്തുകൾ ഓതുന്നു, ഹദീസുകൾ പറയുന്നു, എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. അവർക്ക് വേണ്ട പഠിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ പറയുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള അവസരമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത്രയൊരു പ്രാധാന്യം ഈ വെള്ളിയാഴ്ചക്ക് ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നോ, നൽകാറുണ്ടോ? ഈ പറഞ്ഞ രൂപത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് എന്നിൽ കഴിഞ്ഞു പോകുന്നത്. പരമാവധി ഞാൻ ദിക്റുകളും സ്വലാത്തുകളുമെല്ലാം ചെയ്തുകൊണ്ട് ഈ ദിവസത്തെ, ഈ രാത്രിയെയുമെല്ലാം ഞാൻ ധന്യമാക്കേണ്ടതുണ്ട്. അന്ന് സുബ്ഹ് നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെ ജുമായിൽ വീട്ടിലുള്ള, അതുപോലെ ഒരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, കുളിക്കുക, കുളിപ്പിക്കുക, സുഗന്ധം പൂശുക, സുഗന്ധം പൂശിപ്പിക്കുക. അവിടെ മുഹദ്ദിസുകൾ പറയുന്നത് കുടുംബത്തെയും കൂടി അതിൽ പങ്കാളികളാക്കും എന്നാണ്. നമ്മൾ സ്വന്തം പോരുക എന്നുള്ളതല്ല, വീട്ടിലുള്ള എല്ലാ ആളുകളെയും അതിന് സന്നദ്ധരാക്കിക്കൊണ്ട് ഈ പരിശുദ്ധമായ ഈ കർമ്മത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ജുമാക്ക് വരാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാവണം. അത്രയേറെ പ്രാധാന്യം നിറഞ്ഞ ദിവസമാണിത്. ഇതിനേക്കാൾ പ്രാധാന്യമേറിയ ഒരു ദിവസമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ മലക്കുകളുടെ സാന്നിധ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സദസ്സിലുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ആ സാന്നിധ്യമുള്ള ഈ സദസ്സിൽ അതിന് അവരും കൂടി ഉണ്ട് എന്ന നിലക്കുള്ള ആ പരിപാവനമായ അവസ്ഥയും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പള്ളിയിൽ വന്ന് ആ ഖുതുബകൾ ഞാൻ കേൾക്കുന്നുണ്ടോ, ആലസ്യമാണോ, എവിടെയെങ്കിലും സൗകര്യപ്രദമായി എവിടെയെങ്കിലും ഇരുന്നതാണോ, അല്ലെങ്കിൽ സഫുകൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്നതൊക്കെ പരിശോധിച്ചു കൊണ്ടാവണം നാം ജുമാക്ക് വരേണ്ടത്. ഇത് ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ്. ബാക്കി നിങ്ങൾ മനസ്സിലാക്കുക. വൈകിയെത്തിയിട്ടുള്ള ആളുകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ യൂട്യൂബിൽ ഈ ഖുതുബയുടെ ഭാഗം വരാറുണ്ട്. ഒന്ന് കേട്ട്, ഞാനൊരു മുസ്ലിമാണ്, വെള്ളിയാഴ്ച ജുമാക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി അങ്ങനെ ജീവിക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ വളരെ ദുഃഖത്തോടു കൂടി ഒരു വാർത്ത വായിച്ചിട്ടുള്ള ദിവസമാണ് ഇന്ന്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് നോൺ സ്റ്റോപ്പ് ആയിക്കൊണ്ട് പോകുന്ന ഒരു വിമാനം, അത് ഏകദേശം ഒരു 650 അടി ഉയരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, അഥവാ ഒരു മിനിറ്റ് ആകുന്നതിന് മുമ്പ് 30 സെക്കൻഡോളം, 29 സെക്കൻഡ് ആകുന്ന ആ സമയത്ത് തകർന്നു വീഴുകയും അതിലുണ്ടായിരുന്ന 242 ആളുകളിൽ 41 ആളുകളും, ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ഹോസ്റ്റലിൽ ഇടിച്ചിറങ്ങി അവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ, ഇപ്പോഴത്തെ വാർത്ത പ്രകാരം 260-ലധികം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ്. ആ മരണപ്പെട്ട ആളുകളുടെ പേരിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു വിമാന ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സാധാരണഗതിയിൽ ആ ഒരു വിമാനം അതിൻ്റെ റൺവേയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ടീമിൻ്റെ എല്ലാ പരിശോധനയും കഴിഞ്ഞതിന് ശേഷമാണ് അത് റൺവേയിലേക്ക് എടുക്കുക എന്നാണ്. ഇങ്ങനെ എല്ലാ പരിശോധനയും ഇതിനും കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അത് ഉയർന്നു പൊങ്ങി നിമിഷങ്ങൾക്കകം കൊണ്ട് തന്നെ അത് തകർന്നടിയുകയാണ്. ഇതൊക്കെ നമ്മൾ വാർത്തകളിലും പത്രങ്ങളിലും ഒക്കെ വായിച്ചു, നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് തീരുമാനിക്കാനേ കഴിയും, നടപ്പിലാക്കുന്നവർ നമ്മളല്ല. പലതും നമുക്ക് തീരുമാനിക്കാം. അല്ലാഹു ഖുർആനിൽ ഒരു ആയത്ത് പറയും, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്.
നീ ഒരിക്കലും നാളെ ഞാനത് ചെയ്യും എന്ന് തീർത്ത് പറയരുത് കേട്ടോ. ഇല്ല യശാ അല്ലാ, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ടല്ലാതെ. കാരണം എനിക്ക് തീരുമാനമെടുക്കാം, നടപ്പിലാക്കാൻ കഴിയുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ആ ആളുകളൊക്കെ ഓരോ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നവരാണ്. അതുപോലെ തന്നെ ലോകത്ത് ജീവിച്ചിരിക്കേണ്ടവരും ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളുകളാണ്. പക്ഷേ ആ രൂപത്തിൽ പുറപ്പെടാൻ അള്ളാഹുവിൻ്റെ നിശ്ചയം എങ്ങനെയാണോ അള്ളാഹു ഒരാൾക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയുവാനുള്ള അവസ്ഥ ഉണ്ടാക്കി നിശ്ചയിച്ചിട്ടുള്ളത്, അതങ്ങനെ തന്നെ സംഭവിക്കും. രക്ഷപ്പെടാൻ അത്ഭുതം. ഈ 242 ഒരാൾ രക്ഷപ്പെട്ടു. എങ്ങനെ? ആർക്കും അറിയില്ലല്ലോ. പടച്ചോന്റെ നിശ്ചയം എന്നതല്ലാതെ വേറൊന്നും അവിടെ മറുപടിയില്ല. ഈ ടൈറ്റാനിക് മുമ്പ് നമ്മൾ കേട്ടിരുന്നു, ടൈറ്റാനിക്കിലേക്ക് പോകുവാൻ വേണ്ടി ആ മുങ്ങിക്കപ്പലിൽ പോയി അവിടെ വെച്ചുകൊണ്ട് മരിച്ചു. അപ്പം മരിക്കാൻ അവിടെയാണല്ലോ നിശ്ചയിച്ചത്. അതുപോലെ അള്ളാഹുവിൻ്റെ നിശ്ചയം നമുക്കുമുണ്ടെന്ന ഒരു ബോധ്യം. നമ്മൾ ഓടിപ്പാഞ്ഞ് നടക്കുന്നവരാണ്, വീട്ടിൽ നിന്നിറങ്ങി പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ്. ഏത് സമയത്തും സംഭവിക്കാം മരണം. ആ ഒരു ബോധ്യം ഇതുപോലെയുള്ള സംഭവങ്ങളിൽ നമുക്കുണ്ടാവണം. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത്, ഒരാൾ ഫോണിൽ ഇങ്ങനെ വേറെ ആരോടോ കയർത്ത് സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അടുത്ത് ഒരാൾ എന്തെങ്കിലും സംസാരിക്കുന്ന ആരോടാണ്, അയാൾക്ക് അതിന് മറുപടി പറയാൻ വരെ നേരമല്ല. പക്ഷേ അവർ വഴിയിൽ നിന്ന് പാസ് ചെയ്ത് ഒരു 10 അടി മുമ്പോട്ട് പോയപ്പോഴേക്ക് അയാൾ കുഴഞ്ഞു വീണ് മറ്റേ ആൾ ശ്രദ്ധിച്ച് ഓടി വന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന മുമ്പ് മരിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളൊക്കെ അവസ്ഥകൾ അതാണ്. അപ്പോൾ യാത്ര പോകുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ, യാത്ര കയറുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഉണ്ട്. സുബ്ഹാനല്ലദീ സഖ്ഖറലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പടച്ചോനെ, ഇതൊന്നും നമ്മളെ നിയന്ത്രണത്തിലല്ല. സുബ്ഹാനല്ലദീ സഖ്ഖറലനാ ഹാദാ, ഇത് ഞങ്ങൾക്ക് നീ കീഴ്പ്പെടുത്തി തന്നതാണ്. ഞങ്ങളുടെ കഴിവ് കൊണ്ട്, അറിവ് കൊണ്ട്, സാങ്കേതിക വിദ്യ കൊണ്ട് ഇതിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം ഞങ്ങൾക്കുണ്ടായി എന്നതാണ്. അതൊന്നും ഞങ്ങളെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് റബ്ബേ, നീ കാക്കണം റബ്ബേ. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, നിന്റെ അടുക്കലേക്കാണ് മടക്കം റബ്ബേ. എന്നിട്ട് നമ്മൾ സാധാരണ ചെല്ലാറ് അതുവരെയാണ്. ആ പ്രാർത്ഥന വീണ്ടും മുമ്പോട്ട് പോകുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ. പടച്ചോനെ, ഈ യാത്രയിൽ നിന്നോട് ബിർറും തഖ്വയും, നന്മയും സൂക്ഷ്മതയും ചോദിക്കുന്നു. വമിനൽ അമലി മാ തർള, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും നീ സൗഭാഗ്യം നൽകണമേ റബ്ബ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫരിനാ ഹാദാ വത്ബി അന്നാ ബുഴുദഹു. പടച്ചോനെ, ഈ യാത്രയിൽ നീ ഞങ്ങൾക്ക് എളുപ്പം നൽകണമേ. അതുപോലെ അതിൻ്റെ ദൂരം നീ ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണമേ. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ. പടച്ചോനെ, നീയാണ് ഈ യാത്രയിൽ എൻ്റെ കൂട്ടുകാരൻ. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞങ്ങളെ വീട്ടിലുള്ള ഖലീഫയും നീയാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദുക മിൻ വഅസാഇസ് സഫർ, യാത്രയിലെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പടച്ചോനെ നിന്നോട് കാവലിനെ തേടുന്നു. വകആബത്തിൽ മൻദരി, ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും. വസൂഅൽ മുൻഖലിബി ഇലൽ ഫിൽ മാലി വൽ അഹ്ലി, കുടുംബത്തിലും സമ്പത്തിലുമൊക്കെ ഉണ്ടാകുന്ന ചീത്ത പര്യവസാനത്തിൽ നിന്നും പടച്ചോനെ നിന്നോട് രക്ഷ തേടുന്നു. ഇതൊക്കെ യാത്ര പുറപ്പെടുന്ന സമയത്ത് പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ്. ഈ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നും ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പടച്ചോനോട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു വിശ്വാസിക്ക് എന്തൊരാശ്വാസമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പടച്ചോനെ, നിന്നെയാണ് കേട്ടോ ഞാൻ ഏൽപ്പിക്കുന്നത്, നിന്നിൽ ഞാൻ തവക്കുലാക്കുന്നു, നിന്നെയാണ് ഞാൻ എൻ്റെ വീടും കുടുംബവും ആൾക്കാരെ ഏൽപ്പിച്ചു പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമാണ്. നാം പോകുന്ന യാത്രയിൽ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമുക്ക് വളരെ ആത്മാർത്ഥമായി പടച്ച റബ്ബിലേക്ക് അടുക്കുവാനും അവനിൽ ഭരമേൽപ്പിക്കുവാനും കഴിയുന്നു. അപ്പോൾ ഇതുപോലെയുണ്ടാകുന്ന സംഭവങ്ങളിൽ നിന്ന് നമ്മളും ഈ ലോകത്ത് നിന്ന് പോകേണ്ടവരാണെന്ന ബോധമുണ്ടാവുകയും നമ്മൾ ഒന്നാം ഖുത്ബയിൽ പറഞ്ഞ വിഷയമടക്കമുള്ള ദീനിൻ്റെ കാര്യങ്ങളിൽ പരമാവധി എന്നാൽ കഴിയുന്നത് ജീവിതകാലത്ത് ചെയ്യണം എന്ന ബോധ്യമുണ്ടാവുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നേരത്തെ ഒരുങ്ങാനും തയ്യാറാകാനും അതിൻ്റെ പ്രതിഫലം മുഴുവനും വാരിക്കൂട്ടുവാനുമുള്ള സന്മനസ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഏത് സമയത്ത് എങ്ങനെ മരണപ്പെട്ടാലും നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലായിക്കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം
ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അള്ളാഹുവേ, രോഗശയ്യയിൽ കിടക്കുന്ന ആളുകൾക്ക് നീ രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നല്ലതായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാമുള്ള ആളുകൾക്ക് അത് പൂർത്തീകരിക്കുവാനുള്ള ഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നിറയുന്ന ഒരു അവസ്ഥ നീ ഉണ്ടാക്കിത്തരണമേ തമ്പുരാനെ. ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന് കൺകുളിർമ അനുഭവിക്കാൻ കഴിയുന്ന ആളുകളാക്കി ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.